ഈ പത്മജ വേണുഗോപാൽ ബി.ജെ.പി. ചേരുന്നുവെന്ന് വാർത്ത വായിച്ചപ്പോഴേക്കും വലിയ അത്ഭുതം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ലീഡർ ശ്രീ കെ കരുണാകരൻ എല്ലാ കാലത്തും പ്രത്യേക മൂല്യങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 60-70 കൊല്ലക്കാലം നീണ്ടുനിന്ന പാർലമെൻ്ററി രംഗത്തും അതുപോലെ കോൺഗ്രസ് സംഘടനാ രംഗത്തും വളരെ ഒരു ഉറച്ച ഈശ്വരവിശ്വാസമായിരിക്കുമ്പോഴും മറ്റെല്ലാ വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പുത്രി എന്താണ് ഇത്ര പെട്ടെന്ന് ബി.ജെ.പി. ആയി മാറിയതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ കേട്ടിടത്തോളം അവർ പറഞ്ഞ കാരണം താൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതും പൂർണ്ണമായി തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീ മുരളീധരൻ കോൺഗ്രസ്സിൽ വരുന്നത് കോൺഗ്രസ്സിലെ സേവാദളിൻ്റെ ചെയർമാനായി വന്നതിന് ശേഷം കുറേ വർഷം ശേഷമാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. പക്ഷേ ശ്രീമതി പത്മജാവട്ടെ 2004 പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാകുമ്പോഴേക്കും അവർ പാർട്ടിയിലെ ഒരു സ്ഥാനത്തുണ്ടായിരുന്നില്ല, ഒരു രംഗത്തും വർക്ക് ചെയ്യാത്ത ആളാണ്. പക്ഷെ അത് ശ്രീ കെ കരുണാകരൻ്റെ പുത്രി ആയതുകൊണ്ട് മാത്രമാണ് അവർക്കന്ന് സീറ്റ് കൊടുത്തത്. അവർ പരാജയപ്പെട്ടു. അതിനുശേഷം അവർ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റായി, KPC എക്സിക്യൂട്ടീവ് മെമ്പറായി, ഇടയ്ക്ക് KPC ഭാരവാഹിയായി, അതിന് വീണ്ടും അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അവർ പരാജയപ്പെട്ടെന്നുള്ള വേറെ കാര്യം. പക്ഷേ മറ്റ് എത്രയോ വനിതകൾ കോൺഗ്രസ്സിൽ രാവും പകലും കോൺഗ്രസ്സിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും അങ്ങനെ കാര്യമായ ഒരു അധ്വാനം പാർട്ടിക്ക് വേണ്ടി നൽകാത്ത ഒരാൾ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ പുത്രിയായതുകൊണ്ട് മാത്രമാണ് അവർ ഇത്രയും സ്ഥാനം കിട്ടിയതും മത്സരിക്കാനിടയായതും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരളിക്ക് ഒത്തിരിയേറെ കോൺട്രിബ്യൂഷനുണ്ട് പാർട്ടിക്ക്. മുരളി സേവാദൾ ചെയർമാനായിട്ട് വന്നു, അദ്ദേഹം KPC വൈസ് പ്രസിഡൻ്റായി, KPC പ്രസിഡൻ്റായി, നല്ല KPC പ്രസിഡൻ്റായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹം പാർട്ടിയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. ഇടക്കാലത്ത് ചില മാറ്റങ്ങളുണ്ടായത് രാഷ്ട്രീയമാണ്. പക്ഷേ ഇവർക്ക് പത്മജ വേണുഗോപാലിന് അങ്ങനെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്ക് കൊടുത്തതായിട്ട് എനിക്കറിയില്ല, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചായിരിക്കാം അവർ മാറിയെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ ദൗർഭാഗ്യകരമാണ്. അവർ എന്തെല്ലാം അതിന് ന്യായീകരണം പറഞ്ഞാലും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ജനങ്ങളും അത് വിശ്വസിക്കില്ല എന്നാണ് എൻ്റെ ബോധ്യം.